സിഗരറ്റ് വലിക്കുന്ന എത്രമാത്രം അപകടമാണെന്ന് ചിന്തിച്ചു. ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നതായിട്ടുള്ള അപകടമാണ് സിഗരറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ആ സിഗരറ്റ് മനുഷ്യൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു, ഹാർട്ട് അതായത് ചെസ്റ്റ് അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു ചുമച്ച് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ടാകുന്നു. ഈ മനുഷ്യൻ എത്രമാത്രം നിസ്സാരമായിട്ടാണ് സിഗരറ്റിനെ വലിച്ച് തള്ളുന്നത് നോക്കുക. വെറുതെയാണോ മനുഷ്യർക്ക് ഓരോ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? പുള്ളിംഗ് ഡോൺ സ്ട്രെസ് ക്യാൻസറിൻ്റെ ഒരു മേഖല മനുഷ്യൻ്റെ ജീവിതത്തെ കാർന്നു നിന്നിട്ടുള്ള സിഗരറ്റ്, മനുഷ്യനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നതായിട്ടുള്ള സിഗരറ്റ്. പ്രേക്ഷകരെ നിങ്ങൾ കണ്ടു നോക്കുക, എത്ര അനായാസമായിട്ടാണ് പ്രേക്ഷകരെ നിങ്ങൾ കണ്ടു നോക്കുക. അയാൾ സിഗരറ്റ് വലിക്കുന്നു, അയാൾ BJP കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ആരോ ആയിക്കോട്ടെ, പക്ഷേ അയാൾ വലിക്കുന്ന അയാൾക്ക് വേണ്ടി അയാളുടെ ചോയ്സ്. മറ്റു മനുഷ്യരെ അതിന് താല്പര്യമില്ലാത്തവരെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകർ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. തീർച്ചയായിട്ടും ദേ ആർ അവർ ബ്രെഡ്. അതിന് കൊട പിടിക്കുന്ന കുറച്ച് ആളുകൾ BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും തെറ്റാര് ചെയ്യാലും പെട്ടെന്ന് കണ്ട 478 എൻ്റെ കുഞ്ഞമ്മയുടെയും മല്യമ്മയുടെയും മക്കളല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അധർമ്മങ്ങളെ നിങ്ങൾ എതിർക്കുക. പൊതുസ്ഥലത്താണ്. ഈ പോലീസൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? എടാ പിണറായി വിജയ, എടാ VD സതീശ, എടാ ചാണകസംഖി, നീയൊന്നും കാണുന്നില്ലേ? പുള്ളിംഗ് ഡോൺ ഹൗസ് ഫോർ ബദൽ താണ്ടർ വിൽപ്പർ. മനുഷ്യന് ക്യാൻസറും ശ്വാസകോശ രോഗങ്ങളും സമ്മാനിക്കുന്നു. മനുഷ്യന് അർബുദം, ക്യാൻസറും ശ്വാസകോശ രോഗങ്ങളും ഹാർട്ട് അറ്റാക്ക് സമ്മാനിക്കുന്ന ഈ വിഷയങ്ങളെ ഒഴിവാക്കും. ആൽക്കഹോളിസം കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ പേപ്പറിലൊക്കെ സ്വായിലെ ആക്രമണം, ഇതെല്ലാം ആൽക്കഹോളും ഡ്രഗ്സും കൊണ്ടാണ് സംഭവിക്കുന്നത്. എൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സുബോധത്തോടെ ജീവിക്കൂ സുഹൃത്തുക്കളെ. വിദ്യാഭ്യാസത്താൽ പ്രബുദ്ധരാകും. പുള്ളിംഗ് ഡോൺ ഹൗസ് വിദ്യാഭ്യാസം, അറിവ്, അതുകൊണ്ട് പ്രബുദ്ധരാകും. ഇങ്ങനെയുള്ള വിഷവസ്തുക്കളെ ഒഴിവാക്കും. പുള്ളിംഗ് ഡോൺ. ആയുസ് തീരാതെ മരിക്കാതിരിക്കട്ടെ. ദീർഘായുസോടെയും ആരോഗ്യത്തിൻ്റെ സന്തോഷത്തോടെയും ജീവിക്കാൻ ശ്രമിക്കൂ. സ്റ്റെൻഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മേഡം ശ്രീനാമിനെ അടിമത്തിൽ കുടിക്കുന്നു. ഒരു സമൂഹത്തിൽ ചിലപ്പോൾ ചുമയുള്ളവർ കാണും, ജലദോഷമുള്ളവർ കാണും. നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഒരു സമൂഹത്തിൽ ചുമയുള്ളവർ കാണും, ജലദോഷമുള്ളവർ കാണും, ആസ്മ ടെൻഡൻസി ഉള്ളവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഇറങ്ങി പുറപ്പെടരുത്. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുത്. ഒരു സമൂഹത്തിൽ ജലദോഷം, ചുമ, ശ്വാസം മുട്ടൽ, ആസ്മ, അങ്ങനെ പല ടെൻഡൻസി, കുട്ടികൾ, സ്ത്രീകൾ പലരും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ അടിച്ചേൽപ്പിക്കുന്നത്. ആൽക്കഹോൾ അടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമാണ് നശിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ അത് വലിക്കാൻ താല്പര്യമില്ലാത്തവരുടെ തലമണ്ടമേൽ എന്തിനടാ, ഇതിനേക്കാളും ഭേദമല്ല ഏത്തവാഴയും, മനസ്സിലായില്ലേ? അന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കും. ആരോഗ്യശീലം പരിപാലിക്കൂ. രാവിലെ വെറും വയറ്റിൽ നല്ല ചൂടുവെള്ളം കുടിക്കൂ, വ്യായാമം ചെയ്യൂ, ഉറങ്ങും. ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കൂ. നടൻ ശ്രീനിവാസന് സംഭവിച്ചതുപോലെ സംഭവിക്കരിക്കട്ടെ. അന്ത്യകാലത്ത് കിടക്കമേലായിരിക്കാതെ നല്ല ഒരു വിടവാങ്ങൽ. ഇനി നമുക്ക് ക്രിസ്തുവിലൊരു പുതിയ ശരീരമുണ്ട്. അപ്പോൾ ദീർഘായുസോടെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കും. ജീവിക്കുന്ന കാലം ഹെൽത്തിയായിട്ട് ജീവിക്കും. ഡയബറ്റീസ്, കൊളസ്ട്രോള്, പ്രഷർ, ക്യാൻസർ, ശ്വാസമുട്ടൽ എന്ന് വേണ്ട വാദം, പിത്തം, കഫം എന്നിങ്ങനെയുള്ള രോഗത്തിന് അടിമപ്പെടാതെ, ജോലിയില്ലെങ്കിൽ എവിടെയെങ്കിലും കൊത്തിയിരുന്ന് പേപ്പറെങ്കിലും വായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കാതെ, അവർക്കൊരു ബാധ്യതയാവാതെ, നാട്ടുകാർക്കൊരു ശല്യമാകാതെ ഇരിക്കും. ജോലിയില്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ കയറി പഴവുണ്ണി ചെയ്യുമ്പോൾ എത്ര പഴമെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. സുരേഷ് ഗോപിയുടെ ഭാഷ പറഞ്ഞു, എന്തുണ്ട് വിശേഷം, തന്നെ ഞാനങ്ങ് എടുക്കും, തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു ഇത് ചെയ്യരുതെന്ന്, ഇത് നാട്ടുകാർക്കൊരു ശല്യമാകരുത്.
ഇനി ലാലു അലക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പേഴ്സണലായിട്ട് പറയുക, എൻ്റെ പൊണ്ണെണ്ണ ആളുകൾ ഉപദ്രവിക്കാതെ ഒന്ന് മാറിപ്പോയാൽ എന്ത് വേണം? നിങ്ങൾക്ക് വേറെ പണിയില്ലെങ്കിൽ അപ്പുറത്ത് പോയി അല്പം പനം കേൾക്കുന്നുണ്ടെങ്കിൽ കഴിയും. ഇനി നാടോടിക്കാറ്റിലെ ശ്രീനിവാസൻ്റെയും തിലകൻ്റെയും സൗണ്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുണ്ട് ചേട്ടാ പേഴ്സണലായിട്ട് പറയാം, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉപയോഗിക്കരുത്. വിശ്വാസങ്ങൾ ഉപയോഗിച്ചാണ് സ്പായിൽ നടന്ന ആക്രമണം നിങ്ങൾ കണ്ടില്ലേ? ഇതിനെല്ലാം കാരണം മദ്യവും മയക്കുമരുന്നും ഡ്രഗ്സുമാണ്. അതുകൊണ്ട് മാക്സിമം ഈ വിഷയങ്ങൾ ഒഴിഞ്ഞിരിക്കൂ. തന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്നതായിട്ടുള്ള ശത്രുവിനെ വലിച്ചകത്തിടാതിരിക്കാൻ ശ്രമിക്കും. ഇനി നമുക്ക് നടൻ നെടുമുടി വേണുവാണ് ഇത് പ്രതികരിക്കുന്നതെങ്കിൽ എങ്ങനെ പ്രതികരിക്കാം? എന്തായി പറയുന്നത്? അങ്ങോട്ട് മാറ്റുക. തൻ്റെ കീഴിലെ വിശ്വാസം മാറ്റാനല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് കളയുക. ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടെ ജീവിക്കുക. പരസ്പര സ്നേഹത്തോടും ഒരാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. മാക്സിമം എഡ്യൂക്കേറ്റഡ് ആവുക. ഒരു കൊച്ചു കുഞ്ഞാണ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദേഷ്യമുണ്ടായിട്ടല്ല പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കരുത്. ആ സ്പായിലെ ഗുണ്ടകൾ ചെയ്തതുപോലെ മറ്റാളുകളെ നശിപ്പിക്കരുത്. അതിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ലഹരിയാണ്. ഇനി സിനിമയുടെ ജയനാണ് ഈ പറയുന്നതെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ തൽക്കാലം ഉപദേശിക്കുമായിരുന്നു. താനെന്താണ് ഇത്ര പറഞ്ഞിട്ടും ഗുണം പിടിക്കാത്തത്? താനൊന്ന് ഗുണം പിടിച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് അത് പ്രയോജനമാകുമായിരുന്നു. തന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു ഇത് വലിക്കരുത്. ഒരു നല്ല മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. താനിങ്ങനെ വലിച്ചാൽ തൻ്റെ ഹൃദയത്തിലെ ശ്വാസകോശത്തിലെ ഞരമ്പുകൾക്കും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും എന്താകും? നാം ഇനി അടിമത്തിൽ കൂടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവർ, കഴിവതും ആൽക്കഹോളും അതുപോലെ ഡ്രഗ്സും ഉപേക്ഷിച്ച് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ ചിന്തിക്കുക. എനിക്ക് ആ മനുഷ്യനോട് ഒരു വിരോധമില്ല, പക്ഷേ ആ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സദസ്സിൽ പോകുന്ന ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ മറ്റൊരു വ്യക്തിയുടെ വീട്ടിലോ ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച പോവുകയാണ്. ഓണറുടെ വീട്ടിൽ ചെന്നത് വലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓണർ പിന്നെ ആ വ്യക്തി ജോലിക്കെടുക്കും. അയാളുടെ തൊഴിലിനെ അത് ബാധിക്കും. ആ വീട്ടിൽ ചിലപ്പോൾ കുട്ടികൾ കാണും, സ്ത്രീകൾ കാണും, ചിലപ്പം സാധാരണക്കാർ കാണും, താല്പര്യമുള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. അപ്പോൾ ജനങ്ങൾ പലവിധം അവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കും. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? തൃശ്ശൂർ സ്ലാങ്ങിൽ പറയണമെങ്കിൽ യന്ത്രപ്പ കാട്ടണേ, ഉപകാരം ചെയ്തില്ലെങ്കിൽ അങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കട്ടെ. ഇനി ട്രിവാൻഡ്രം ശൈലി പറയണത്, വാ എന്തര് നിങ്ങൾ ഉപകാരം ചെയ്യില്ലെങ്കിൽ ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കും, വാ എന്തരട്ടെ, വാ പോടെ പോടെ. നാം ഇനി അടിമത്തിൽ കൂടി വരും. ഹായ് ഫ്രണ്ട്സ്, ഹിയർ ഐ ആം സ്റ്റാൻഡിങ് ഇൻ വലിയവള നിയർ തിരുമല. ദാറ്റ് ഈസ് ഇൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, കേരള സ്റ്റേറ്റ്. Before some time, a man used some cigarettes, and also he is spreading that smoke in the surrounding areas. As a result, I resisted that action. So, if possible, kindly avoid these cigarettes and drugs, and also ganja, and also hair oil, and also all kinds of alcohol. It is very injurious to health. അത് തീർച്ചയായിട്ടും നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കുമ്പോഴത്തേക്കും സുഹൃത്തുക്കളെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. പുള്ളിങ് ഡൗൺ സ്ട്രഗിൾസ് അത് നോക്കാൻ കഴിയും. അങ്ങേര് കാരണം എനിക്കൊരു വീഡിയോ, ദിസ് വീഡിയോ വാസ് സ്പോൺസേഡ് ബൈ, ഈ വീഡിയോ പുള്ളിയാണ് സ്പോൺസർ ചെയ്തത്. ദിസ് പ്രോഗ്രാം വാസ് സ്പോൺസേഡ് ബൈ ദാറ്റ് പേഴ്സൺ. എനിക്ക് ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് വീഡിയോ എടുക്കും. നാം ഇന്നെ അടിമത്തിൽ കുടുങ്ങി വരുന്നു. വാട്ട് വി ഹാവ് ടു ഡു? ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്.
മറ്റൊരുത്തന്നെ രക്ഷയില്ല. എന്നാൽ വൃക്ഷാരോപണ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നോവൽ. ഞാൻ എൻ്റെ കുടുംബം നിങ്ങളെ സേവിക്കും. ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യുവർ ഫാമിലി സൈഡ്. ദർ ഈസ് സാൽവേഷൻ ഇൻ നോ അതർ. ദർ ഈസ് നോ നെയിം അണ്ടർ ഹെവൻ given among men whereby we must be saved. If a person believeth and is baptized in the name of our own Lord Jesus Christ, then he and she, or he or she shall be saved. If a person believeth not, then he or she, he and she shall be condemned. So in order to avoid condemnation, അതായത് കണ്ടംനേഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓ റിച്ച്ഡ് മാൻ ദാറ്റ് ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത്. Now there is no more condemnation, those are in Christ Jesus. The love of the Spirit of life in Christ Jesus has set me free from the law of sin and death. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തീയസുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിനും ക്രിസ്തീയത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഓ റിച്ച്ഡ് മാൻ ദാറ്റ് ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത്. ഞാൻ മരണത്തിന് അധീനനായ മനുഷ്യൻ, ദാറ്റ് മീൻസ് ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കും. തുടർന്ന് വായിക്കുന്നു, ഓ now there is no more condemnation, those who are in Christ Jesus. The law of the Spirit of life in Christ Jesus has set me free from the law of sin and death. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉടായ്പകളെയും ഇങ്ങനെയുള്ള പിന്നെ മരണത്തിനോടുള്ള ടെൻഡൻസി, അതായത് മരണത്തോടുള്ള ആ ഒരു പ്രയാണം, മരണത്തോടുള്ള ടെൻഡൻസി, രോഗത്തോടുള്ള ടെൻഡൻസി, ശ്വാസമുട്ടലിനോടുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ക്യാൻസറിനോടുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ വാദം, പിത്തം, കഫം എന്നിവയോടുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ രോഗങ്ങൾക്ക് മേൽ രോഗം, നിരന്തര രോഗം, വിട്ടുമാറാത്ത ചുമ, വിട്ടുമാറാത്ത രോഗം, ഇങ്ങനെയുള്ള ടെൻഡൻസി അതിൽ നിന്നൊക്കെ വിട്ടുതരുന്നു. ഐ കമാൻഡ് യു ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് ഈവിൾ ടെൻഡൻസീസ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതിൽ നിന്ന് കം ഔട്ട്. നാം എന്നെ അടിമത്തിൽ കൂടിപ്പോയി. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കം. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. നമ്മൾ ശബ്ദം ഉയർത്തേണ്ടടുത്ത് ഉയർത്തണം, എന്നാൽ സൈലൻ്റ് ആവേണ്ടടുത്താവും. പബ്ലിക്കായിട്ട് പറയണം, പേഴ്സണലായിട്ട് പറയേണ്ടത് പേഴ്സണലായിട്ട് പറയണം. ഒരു ഡോക്ടർ തൻ്റെ ക്ലയൻസിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ആ പേഷ്യൻസിൻ്റെ മറ്റ് കാര്യങ്ങളും സീക്രട്സും ഒക്കെ പേഴ്സണലായിട്ട് പറയാം, പേര് വെളിപ്പെടുത്താതെ പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആ ഇരയുടെ പേര് വെളിപ്പെടുത്താതെ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ അത് എക്സ്പോസ് ചെയ്ത് കാൾ ഔട്ട് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പറയണം. സോ ദിസ് വീഡിയോ വാസ് സ്പോൺസേർഡ് ബൈ, ഈ വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച സ്പോൺസർ എന്ന് പറയുന്നത് ആ മനുഷ്യനാണ്. മിണ്ടാതെ ഞാൻ പോവുകയായിരുന്നു. ഞാൻ അടുത്ത വീഡിയോ കണ്ടൻറ്റ് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, അങ്ങനെ ആലോചിച്ചില്ല, പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത്. അതിനെ അങ്ങ് വിദ്യയാക്കിയല്ലോ എന്ന് വിചാരിച്ചു. ഇതുകൊണ്ട് തന്നെ ധാരാളം വ്യൂവേഴ്സ് എനിക്കും കിട്ടും. അപ്പോൾ തിന്മ ചെയ്തിട്ട് ശിംഷത് ചെയ്തിട്ട് തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നന്മ ചെയ്തിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വ്യൂവേഴ്സ് കിട്ടും. നമ്മൾ എവിടെ നിൽക്കുന്നോ അത് തന്നെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. മനസ്സിലായില്ലേ? ആ സമയത്ത് നമുക്ക് തൊലിക്കട്ടി വേണം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വേണം? നമുക്കൊരു ധൈര്യം വേണം, തൊലിക്കട്ടി വേണം. ഇതിനെയാണ് തൊലിക്കട്ടി എന്ന് പറയുന്നത്. ആളുകൾക്ക് സ്റ്റേജ് ഫിയർ അല്ലാതെ പറയാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാകും. അത് പാട്ടിൽ കൂടെയും മിമിക്രിയിൽ കൂടെയും നമുക്ക് ലഭിക്കുന്ന എല്ലാ കഴിവുകളിൽ കൂടെയും ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരെ പോരാടണം. സോ ദിസ് പ്രോഗ്രാം ആർ സ്പോൺസേർഡ് ബൈ ദാറ്റ് പേഴ്സൺ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ മനുഷ്യനാണ്. അയാൾ ആരോ ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രേഞ്ചറാണ്, ഒരു അജ്ഞാതനാണ്. അറിയാം, പക്ഷേ എൻ്റെ ബന്ധുവല്ല, എൻ്റെ ഫ്രണ്ടല്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം ക്യാൻസർ വന്ന് ശ്വാസം മുട്ട് വന്ന് നീറി മരിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ആളുകളും രോഗക്കിടക്കയിൽ കിടന്ന് നീറി ശ്വാസം മുട്ടി ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി കിടന്ന് പെടയാതിരിക്കാൻ വേണ്ടി ഈ വിഷവസ്തുക്കൾ ഇപ്പോഴേ ഒഴിവാക്കും. കതിരിൽ മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴേ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞു തരാൻ ഞാൻ നേരിട്ട് ശരീരത്തെ കാണണമെന്നില്ല. ശ്രീനിവാസന് സംഭവിച്ചതുപോലെ അകാലത്തിൽ വിട പറയാതിരിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും മനസ്സിൽ ഇവിടെ വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. അപ്പോൾ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ വിശ്വസിക്കുക, എന്ത് ചെയ്യുക, സ്നാനപ്പെടുക.
എന്ന് മാത്രമല്ല, ജീസസിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. If you confess with your mouth that Jesus Christ is Lord and believe with your heart that God has raised him from the dead, then you will be saved. ഹൃദയം കൊണ്ട് നീതിക്ക് വിശ്വസിക്കുകയും വായിക്കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യും. Jesus Christ said unto him, I am the resurrection and the life. He that believeth in me, though he were dead, yet shall he live. And whosoever liveth and believeth in me shall pulling down stones as we beast will never die. For brethren, you have കാണപ്പെട്ടി നാം എന്നെ അടിമത്തിലേക്ക് പെടും. Do you believe this? She said unto him, Yeah, Lord, I believe that thou art Christ, the Son of God, who should come into the world. എന്നുള്ള അർത്ഥത്തിൽ അവിടെ നമുക്ക് ചിന്തിക്കാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ സുരേഷ് കെ പറയും പോലെ ഇതേ പോയി ഇതാ വന്നു, സുപ്രഭാതം, സുസ്വായാണ് നമ്മൾ പറയത്തില്ല. അപ്പോൾ ഇവിടെ സുപ്രസാദമാണ്, ഇവിടെ സുപ്രഭാതമാണ്. ഹാവ് എ നൈസ് ഡേ. അമേരിക്കക്കാർക്ക് എന്താണ് ഗുഡ് നൈറ്റ് എന്നുള്ള അർത്ഥം. ശുഭരാത്രി, ശുഭനിദ്ര. Now may the Lord of peace himself be peace always and every the Lord be with you.